ആതിര, സൈലം ലേണിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ഡോക്ടർ അനന്തു നേതൃത്വം കൊടുക്കുന്ന സൈലം ലേണിംഗ്. അവർക്കെതിരെ ഒരു ഗുരുതര ആരോപണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ എൻ്റെ കാസറ്റ് എന്ന പേജിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു പരാതി, എനിക്ക് തോന്നുന്നു അത് ആരോപണം മാത്രമല്ല, ഒരു പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഹോസ്റ്റലിൽ, ഇവരുടെ സൈലത്തിന് ഹോസ്റ്റൽ സംവിധാനമുണ്ട്, അവരുടെ ഹോസ്റ്റലിൽ ഒരു വ്യക്തി അതിക്രമിച്ചു കയറുന്നു, 1-ാം നിലയിൽ അതിക്രമിച്ചു കയറുന്നു, ആ പെൺകുട്ടിക്ക് ഒപ്പം കിടക്കുന്നു, ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു. അങ്ങനെ ഒരു വിശദമായ ഒരു പരാതിയാണ് ആ കുട്ടി കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ സൈലത്തിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റോ ഈ പറഞ്ഞ ഡോക്ടർ അനന്തുവോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈലത്തിലേക്ക് കുട്ടികളുടെ ഭാവി ഉദ്ദേശിച്ച് പഠിക്കാൻ വിടുന്ന മാതാപിതാക്കൾക്ക് എന്ത് സുരക്ഷയാണ് അവർ നൽകുന്നത് എന്ന ചോദ്യമാണ്. തീർച്ചയായും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഈ നീറ്റ്, MBBS അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ അല്ലെങ്കിൽ അത് ആ ഒരു പഠന കാലഘട്ടം എന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പേരൻസ് ഇവരെ ഒരു ഹോസ്റ്റൽ സംവിധാനത്തിലേക്കൊക്കെ നിർത്തി പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ കേട്ടപ്പോൾ സാധാരണ ഈ ആൾക്കാർ +2 ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ഈ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ പറയുന്ന നീറ്റൊക്കെ കിട്ടുന്ന സ്ഥാപനങ്ങളിലേക്ക്, ബ്രില്യൻസ് പോലെയുള്ള പാല ബ്രില്യൻസ് അങ്ങനത്തെ സ്ഥാപനങ്ങളായിരുന്നു കൂടുതലായിട്ടും നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ളത്. അതിനുശേഷം ഇതെന്ന് പറയുന്നത് പിന്നെ അനന്തു എന്ന് പറയുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരാള് പെട്ടെന്ന് ഈ സൈലം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നു. പിന്നീട് ഒരുപാട് ആൾക്കാരാണ് സൈലത്തെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ മക്കളെ ഈ പറയുന്ന നീറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വിടുന്നത്. അപ്പൊ ഈ ഹോസ്റ്റൽ സംവിധാനം എന്ന് പറയുന്നത് ഇപ്പൊ വീടുകളിലാണെങ്കിൽ ഇവർക്കൊരു ഒരു മടുപ്പുണ്ടായാലോ അല്ലെങ്കിൽ ആ ഒരു മടി ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ഇവരുടേതായിട്ടുള്ള ഹോസ്റ്റലുകളിൽ നിർത്തുന്ന സമയത്ത് അതിന്റെ ഒരു ചിട്ടയുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ഇത് വിശ്വസിച്ചുകൊണ്ടാണ് വലിയ എമൗണ്ടുകളൊക്കെ കൊടുത്തിട്ട് ഫ്രീ ആയിട്ടൊന്നും അല്ല അനന്ത് നിർത്തി പഠിപ്പിക്കുന്നത്. അപ്പോ നല്ലൊരു എമൗണ്ട് വാങ്ങിയിട്ട് തന്നെയാണ് ഈ കുട്ടികളൊക്കെ അവിടെ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ സെക്യൂരിറ്റി ഉപയോഗിക്കുന്ന വാഷ്റൂമിന്റെ മുകളിലൂടെ ഒരു ചെറുപ്പക്കാരൻ കയറി ചെന്ന് ഒരു പെൺകുട്ടിയുടെ അടുത്ത് കിടക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ ഈ ഫോണിനൊക്കെ അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഏരിയ ആണ്. ഈ കോച്ചിങ് സെന്റേഴ്സിന്റെ ഹോസ്റ്റലുകളും എല്ലാ കോച്ചിങ് സെന്റേഴ്സും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഏരിയ ആണ്. അതിന് ഇത്ര സമയം മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ബാക്കി ഒരു പഠന സമയമുണ്ട്, ഫുഡ് കഴിക്കുന്ന ടൈമുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തിരിയുന്ന സമയത്ത് ഒരാളപ്പുറത്ത് കിടക്കുന്നു. എന്തായിരിക്കും ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്? അതും ബാക്കി ഒരു പൊതു ഇടങ്ങളിലല്ല, അല്ലെങ്കിൽ ഒരു പൊതു ഇടങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു അലേർട്ട് ഉണ്ടാവും. നമുക്ക് അല്ലെങ്കിൽ ഒരാൾ വന്നു, നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, ഇത് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ്, അതും ഒരു ഹോസ്റ്റൽ മുറിയാണ്, അവിടേക്ക് മുകളിലത്തെ നിലയിലേക്കൊക്കെ ഒന്നെങ്കിൽ സഹപാഠികളല്ലാതെ വേറെ ആരും എത്തത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പെൺകുട്ടി തിരിഞ്ഞു കിടക്കുമ്പോൾ അപ്പുറത്തൊരാൾ കിടക്കുന്നു. അവള് മൂവ്മെന്റ് കണ്ടിട്ട് പേടിക്കുന്ന സമയത്ത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ ചുണ്ട് കടിച്ചു മുറിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒപ്പം ഒരു മുറിയിൽ 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ മറ്റേ കുട്ടിയെയും പേന കൊണ്ട് കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ടോട്ടലി പെട്ടുപോവാണ് ആ പെൺകുട്ടികള്. എന്താണ് പ്രതികരിക്കേണ്ടത്? ഇങ്ങനെ ഒരാൾ അവരവിടെ പ്രതീക്ഷിക്കുന്നില്ല. ആരാണ്, എന്താണ്, ആരോട് പറയാനാണ്? അപ്പോൾ ഈ പെൺകുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്നു, നമ്മൾ നമ്മുടെ ചീഫ് എഡിറ്ററിനെ അറിയിക്കുന്നു, അദ്ദേഹം ഇതിനു വേണ്ടി നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവർ അവരുടെ മാനേജ്മെന്റിനെ കാര്യം അറിയിക്കുന്നു. ഡോക്ടർ അനന്തു എനിക്ക് തോന്നുന്നു ഇതിൽ കൃത്യമായി ഇടപെടേണ്ടിയിരുന്ന ഒരാളാണ്. ഇപ്പോൾ തങ്ങളുടെ ക്യാമ്പസിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ കൃത്യമായ നടപടി സ്വീകരിക്കുകയും ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കുകയും വേണം. ഈ കേസ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ട്രെസ്പാസിങ്ങിനാണ് കേസ് കൊടുത്തിട്ടുള്ളതെന്നാണ്. പക്ഷെ അല്ല, അതിന്റെ ലീഗൽ നോട്ടീസ് നോക്കുമ്പോൾ അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കൽ പോലുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. ഗുരുതരമായ ആരോപണമാണ്, ഗുരുതരമായ കേസാണുള്ളത്. എന്നാൽ അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഈ എൻ്റെ കാസറ്റ് ഒരു സ്റ്റോറി ഇട്ടിട്ടുള്ളതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്. ഈ ഡോക്ടർ അനന്തു എന്ന് പറഞ്ഞ അക്കൗണ്ട് മെൻഷൻ ചെയ്തുകൊണ്ട് അതിന്റെ താഴെ ചോദിക്കുന്നത്, എന്താണ് പരിചയമുള്ള ആളെ പോലെ ആണല്ലോ തോന്നുന്നത് എന്നുള്ളൊരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട് ഈ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇത് അനന്തു തന്നെയാണോ എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ സ്ഥലപരിചയമുള്ള ഒരാൾ, നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടോയ്ലറ്റ് തുറക്കുന്നു, ചെരുപ്പെടുത്ത് മുകളിൽ വെക്കുന്നു, കയറിപ്പോകുന്നു, വളരെ അനായാസം അങ്ങ് കയറിപ്പോവുകയാണ്, ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന പോലെ ചെല്ലുകയാണ്. അപ്പൊ ഇതിനെല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്.
പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ് സൈലം ലേണിംഗ് എന്ന് പറയുന്ന ബ്രാൻഡ്, സൈലം ലേണിംഗ് എന്ന് പറയുന്ന സ്ഥാപനം പെട്ടെന്നുണ്ടായ ഒരു ബൂമായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു വളരെ ഒരു ഷെയ്ഡി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ ദുരൂഹതകളുള്ള ഒരു സ്ഥലമായി തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആകാം. കുറേയേറെ PR വർക്കുകൾ ചെയ്യുന്നു, എല്ലാ ചാനലുകൾക്കും വർക്ക് കൊടുക്കുന്നു, ലൈക്ക് പെയ്ഡ് പ്രൊമോഷൻസ് കൊടുക്കുന്നു, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ വാദങ്ങളോ അല്ലെങ്കിൽ ഈ കേസോ പുറത്ത് മെയിൻ സ്ട്രീം മീഡിയ ഏരിയയിലായിരിക്കാം, റിപ്പോർട്ട് ചെയ്യില്ലായിരിക്കാം. പക്ഷെ ഇത്തരം സംഭവങ്ങൾ പുറത്തു വരേണ്ട സാഹചര്യമുണ്ട്. നമ്മുടെ കുട്ടികൾ അവിടെ പോയി പഠിക്കുന്നുണ്ടെങ്കിൽ, അവിടെ പഠിക്കുന്ന കുട്ടികൾ സുരക്ഷിതരാകണമെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശബ്ദം ഉയർത്തിയേ പറ്റുള്ളൂ. അനന്തു കൃത്യമായി മറുപടി പറയട്ടെ. ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യമാണെങ്കിൽ അദ്ദേഹം കൃത്യമായി മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇതിങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാകാതിരിക്കാൻ ഞാൻ നടപടിയെടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്. ഇത്ര നല്ല ഫണ്ട് ഇറക്കുന്ന ഒരാളാണ്, ഒരു നല്ല CCTV ക്യാമറയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റമോ ഇല്ലാത്ത ഒരിടത്തേക്ക് ഇത്ര എമൗണ്ട് കൊടുത്ത് എന്തിനാണ് നിങ്ങളുടെ മക്കളെ വിടുന്നത് എന്നുള്ളതാണ്. കാരണം ഒന്നാമത്തെ കാര്യം കരിയർ ഇമ്പോർട്ടന്റ് ആണ്. കരിയർ ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, സൈലത്തിൽ നിന്ന് ഈ പറയുന്ന നീറ്റൊക്കെ ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും നമുക്ക് ഈ പറയുന്ന പെൺകുട്ടികളെ വിക്ടിംസ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരൊരു ലൈഫ് ടൈം ട്രോമയാണ്. കാരണം ഈ പറയുന്ന ഈ എക്സാമുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന നീറ്റ് ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ MBBS സ്വപ്നങ്ങളുമായി വരുന്ന പെൺകുട്ടികള് അവരെ അപ്രതീക്ഷിതമായ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു കയറി പിടിക്കുന്നു. അത് അവർ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ താമസിക്കുന്ന ഒരിടത്ത്. അപ്പോൾ മാതാപിതാക്കളാണ് ചിന്തിക്കേണ്ടത്. ഇവർക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം നല്ല രീതിയിൽ ഫണ്ടുകൾ ഇറക്കുന്നുണ്ട്, ഫണ്ടുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ പൈസ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ അനന്തുവിന് പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ MBBS എടുത്ത് നല്ല രീതിയിൽ കാണണമെന്നോ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെന്നൊരു പ്രത്യേക താല്പര്യാർത്ഥം ഒന്നും അല്ല ചെയ്യുന്നത്. ഇതെല്ലാം ബിസിനസ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇരയാക്കപ്പെടുന്നത് ഇപ്പോ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ലോൺ എടുത്തിട്ടായിരിക്കാം ചിലപ്പോ ഈ പറയുന്ന രീതിയിൽ ഈ അനന്തു ഇത്ര വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് അവിടെ പഠിക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഇതാണെങ്കിൽ പോലും ഇത് നഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവരാരും ഇതിന് വന്ന് നിങ്ങളെ നോക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പൊ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ഇത്തരം ഇടങ്ങളിലേക്ക് വീണ്ടും നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടണമെന്നുള്ളത്, അതും ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വന്നിട്ട് പോലും അത് കൃത്യമായി നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകാനോ പോലും തയ്യാറാവാത്ത ഒരു മാനേജ്മെന്റ് ഉള്ള ഇടത്തേക്ക് വീണ്ടും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മക്കളെ ഇത്രയധികം എമൗണ്ട് കൊടുത്ത് ഇതേ ഇടത്തേക്ക് വിടുന്നത്? നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കുന്നതിന്റെ അത്രയും ഒരു വിശ്വാസത്തിൽ നമുക്ക് അവരെ എങ്ങും പറഞ്ഞു വിടാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അതെ, ഇപ്പോൾ നമ്മളിത് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുൻപേ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഈ പെൺകുട്ടിയുടെ ലൈഫ് ലോങ് ട്രോമ, ഉറങ്ങാൻ കിടന്നപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഉറങ്ങാൻ കിടന്നപ്പോൾ ഉണ്ടായ സംഭവം ഇനി ജീവിതകാലം മുഴുവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അലട്ടാൻ പോകുന്ന ഒരു ദുസ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഇതിനാരുത്തരം പറയും? ഇതിനാര് മറുപടി കൊടുക്കും? അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയും ആ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പെൺകുട്ടികളും എല്ലാം ഡിസേർവ് ചെയ്യുന്ന ഒരു ഉത്തരമുണ്ട്. അത് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ബിസിനസ്സാണ്, നിങ്ങൾക്ക് വേണ്ടത് പണമായിരിക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ അനന്തു സിനിമ പോലുള്ള കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പല മേഖലകളിലേക്കും ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കൊടുക്കേണ്ട ഒരു ഉത്തരമുണ്ട്. അവരോട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്.